സനോജ്, കോട്ടയത്ത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഉടനീളം ശക്തമായ പോളിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ജില്ലയിൽ ഇതുവരെ 49.22% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ മണ്ഡലങ്ങൾ തിരിച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ പാലായിൽ 48.86, കടുത്തുരുത്തിയിൽ 46.28, ബൈക്കത്ത് 51.56, ഏറ്റുമാനൂരിൽ 50.48, കോട്ടയത്ത് 50.67, പുതുപ്പള്ളിയിൽ 48.96, ചങ്ങനാശ്ശേരിയിൽ 49.29, കാഞ്ഞിരപ്പള്ളിയിൽ 48.99, പൂഞ്ഞാറിൽ 48.46% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂവപ്പള്ളി ബൂത്തിൽ അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ, അതായത് പോലീസ് BJP പ്രവർത്തകർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ സ്ഥലം MLA-യും LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും പോലീസ് തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാക്കേറ്റം എന്താണ് അത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നു വരാൻ ഇടയായ സംഭവം എന്താണ് സനോജ്? അത്തരത്തിലൊരു ആക്ഷേപം അവിടെ ഉയർന്നു വരാൻ ഇടയായ സംഭവം എന്താണ്? ഈ പോലീസ് ബൂത്ത് പ്രദേശത്ത്, ആ ബൂത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ BJP പ്രവർത്തകരെ നിൽക്കാൻ അനുവദിക്കുകയും LDF പ്രവർത്തകരെ ബോധപൂർവ്വം അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നുവെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് MLA-യും ഒപ്പം തന്നെ നിലവിലത്തെ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ സംഭവ സ്ഥലത്തെത്തുന്നത്. ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പോലീസ് അദ്ദേഹവുമായി വാക്കേറ്റമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് മൊബൈലിൽ പകർത്തുകയും പിന്നീട് 10 മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ PC ജോർജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതായത് ചില പോലീസുകാർ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംഭവവികാസമുണ്ടായി 10 മിനിറ്റിനുള്ളിൽ തന്നെ BJP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള PC ജോർജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ കുളത്തെങ്കലിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ചില പോലീസുകാർ BJPക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. മനു, ശരി, ഓക്കെ. അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപം പൂഞ്ഞാറിൽ നിന്ന് കേൾക്കുന്നു. മറ്റൊരിടങ്ങളിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിൽ പൊതുവെ രാവിലെയൊക്കെ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചയായതോടുകൂടി ഒന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. സനോജ്, ഇനിയുള്ള സമയം ഏറ്റവും നിർണായക സമയമാണല്ലോ. ആ സമയത്ത് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ ഉള്ള സാധ്യതയാണോ നമ്മൾ കാണേണ്ടത്? കനത്ത ചൂടുണ്ട്. കാരണം രാവിലെ നല്ല നിലയിലുള്ള പോളിംഗ് ആണ് ഒരു 11 മണി വരെ രേഖപ്പെടുത്തിയത്. ആ 11 മണി വരെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ പല ബൂത്തുകളിലും നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത് വോട്ടർമാരുടെ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണിക്ക് ശേഷം ഈ സമയം 2 മണി പിന്നിടുമ്പോഴേക്കും വോട്ടർമാരുടെ ആ നീണ്ട നിരക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പല ഇടങ്ങളിലും വീണ്ടും രാവിലത്തെ പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം കനത്ത ചൂട്, പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ ഈ ഉച്ച സമയങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇറങ്ങാൻ മടി കാണിക്കുന്നത്. എന്നാൽ രാവിലെ കൂടുതൽ വോട്ടർമാരെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഇനിയുള്ള മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് വീണ്ടും ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ്. എന്തായാലും ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. കാരണം പല മണ്ഡലങ്ങളിലും ഈ ത്രികോണ മത്സരത്തിന് സമാനമായ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും പൂഞ്ഞാറിലാണെങ്കിലും അതുപോലെ മറ്റ് പല മണ്ഡലങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ശക്തമായ മത്സരങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതുപ്പള്ളി മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. മനു.